അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു, ഇവിടെ ഈ ക്യാരക്ടർ ഇങ്ങനെ നിൽക്കുന്നു, അതിനുശേഷം ഇങ്ങനെ വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ നോക്കാം. കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ട്വീക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 60 ഫ്രെയിം ആക്കി. 60 ഫ്രെയിം ആക്കിയിട്ട് ക്യാരക്ടറിൻ്റെ ഫുൾ കൺട്രോളും എടുത്തിട്ട് നമുക്ക് ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഈ പുള്ളിക്കാരി ഇങ്ങനെ നോക്കുന്നില്ല, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ 12 to 14 വരെ. ഓക്കെ, ഞാൻ ആ 12 to 14 എടുത്തിട്ട് സ്വല്പം ഫ്രണ്ടിലോട്ട് ഇടുന്നു, ഒരു 18 കൊണ്ടിടുന്നു. എന്നിട്ട് ഇത് നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ആയിട്ട് കൊടുക്കാം. ഈ ഒരു ഏരിയ ഒരു 3 ഫ്രെയിമോ 4 ഫ്രെയിമോ കുറച്ചും കൂടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. 4 ഫ്രെയിമോ ഒരു ചെറിയ ആൻറ്റിസിപ്പേഷൻ കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഇവിടെ സ്റ്റിൽ ഫ്രെയിമാണ് ഇവിടെ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തലയുണ്ടല്ലോ, തല സ്വല്പം ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ്, അങ്ങോട്ട് തിരിക്കുക. തല മീൻസ് സ്വല്പം ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു അത്രയും ആൻറ്റിസിപ്പേഷൻ വരണ്ട. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി അത്രയും കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാനൽസ് ലേഔട്ട് 3 പാൻ സ്പ്ലിറ്റ് ടോപ്പ് എടുത്തിട്ട് ഗ്രാഫിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ഗ്രാഫ് എഡിറ്റർ എടുത്തിട്ട് എക്സ് ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സ്വല്പം കുറയ്ക്കുക. പക്ഷേ ആൻറ്റിസിപ്പേഷൻ വേണം, അതിനാണ് നമ്മൾ ഇത്രയും എന്ത് ചെയ്തത്. അപ്പോൾ സ്വല്പം നമുക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, സ്വല്പം ഒരു ആൻറ്റിസിപ്പേഷൻ. ഓക്കെ. അപ്പോൾ അതിൽ മാത്രമല്ല, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹിപ്പും സ്വല്പം വളരെ മൈന്യൂട്ടായിട്ട് ഹിപ്പിലും കൂടെ ഒന്ന് വർക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഹിപ്പ് പ്രോപ്പറായിട്ട് വരത്തില്ല. ഹിപ്പിലും കൂടെ സ്വല്പം നമുക്കൊന്ന് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹിപ്പിൻ്റെ റൊട്ടേഷൻ കൂടെ വളരെ മൈന്യൂട്ടായിട്ട് ചെറുതായിട്ടൊന്ന് തിരിക്കാം. ഓവറായിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല, വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ഹിപ്പും കൂടെ ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എക്സ് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നല്ലത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ വൈ ആണ്, പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ആൻറ്റിക്ക് പറഞ്ഞ ഒരു ഫീലും കൂടെ കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇത്രയും ആൻറ്റിക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വല്പം കൂടെ ഒന്ന് ബാക്കിലോട്ട് ഇട്ടാലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അത്രയും ആൻറ്റിക്കിന് ശേഷം തിരിച്ച് വരുന്നൊരു ഫീൽ കിട്ടും. ഓക്കെ, തിരിച്ച് വരുന്നൊരു ഫീൽ കിട്ടും. അപ്പോൾ ഇനി ഒന്ന് പ്ലേ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റില്ലായിട്ട് നിൽക്കാതെ അവിടെ ആൻറ്റിക്കും കൂടെ വന്നിട്ട് ആ ഒരു ഫിനിഷ് കിട്ടും. ഓക്കെ, ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടും. ഡൗൺ ഇവിടുന്ന് ആർക്ക് കുറയണമെന്നില്ല, ഇവിടെ എത്തുമ്പോഴേ നമുക്ക് ആർക്ക് ഫീൽ ചെയ്താലും മതി. ഈ ഒരു ആർക്കുണ്ടല്ലോ അതിങ്ങനെ നല്ലവണ്ണം കുനിഞ്ഞുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് മാക്സിമം നമുക്ക് ഡൗൺ ആക്കിയാലും പ്രോബ്ലം ഒന്നുമില്ല. വൈയിൽ നമ്മൾ ഡൗൺ ആക്കിയ ശേഷം ഓക്കെ സ്വല്പം കൂടെ ഡൗൺ ആക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ചെയ്തില്ല. ഇവിടെ എത്തുമ്പോൾ സമയത്തും നമുക്ക് കുറച്ചും കൂടെ നിന്നോട്ടെ. ആർക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ ഒരുപാട് വേണ്ട, സ്വല്പം. അതാണെങ്കിൽ മൂവ്മെൻറ്റ് വേറൊരു രീതിയിലാവും. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടമാണ്. ഏത് രീതിയിൽ നമുക്ക് മൂവ്മെൻറ്റ് കൊടുക്കണോ ആ രീതിയിൽ നമുക്ക് മൂവ്മെൻറ്റ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടല്ലോ, ഇവിടെ നിന്ന് കുനിഞ്ഞു വന്നു, അവിടെ നിന്ന് അപ്പായി. അത് വേണ്ടെന്നുണ്ടെങ്കിൽ പഴയ രീതിയിലാണെങ്കിൽ പഴയ രീതിയിലും ആക്കാം, പ്രോബ്ലം ഇല്ല. ഡൗൺ അപ്പ്, ഡൗൺ സ്വല്പം കൂട്ടി കുറച്ചു, വീണ്ടും ഫൈൻ ഡൗൺ ചെയ്ത് ഫൈനലാക്കി വെച്ചു. സ്വല്പം ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുക, ഇവിടെ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു മൂവ്മെൻറ്റും അവിടെയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു ഹോൾഡ് നമുക്ക് കൂട്ടാമെന്നുള്ളത് നോക്കാം. നമ്മൾ സാധാരണ നമ്മളെ ഏതാണ്ട് 3D അനിമേഷൻ മൂവീസിലെല്ലാം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറും ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കത്തില്ല. എപ്പോഴും നമുക്കൊരു ചെറിയൊരു മൂവിങ് ഹോൾഡ് കൊടുക്കണം. മൂവിങ് ഹോൾഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടും ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ നടുക്ക് ഒരു കീ കൊടുക്കുക ഇവിടെ. എന്നിട്ട് ചെറുതായിട്ട് ഇതിനൊന്ന് ഫ്രണ്ടിലോട്ടാക്കുക, വളരെ മൈന്യൂട്ടായിട്ട്. അപ്പോൾ ഇതൊരു ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഒരു മൂവ്മെൻ്റ് ആയി, കണ്ടോ? ഫ്രണ്ടിലും ബാക്കിലും. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലും ബാക്കിലും വരേണ്ട ആ മൂവ്മെൻറ്റ് തന്നെ കുറച്ചും കൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് സ്വല്പം കൂടെ ഫ്രണ്ടിലോട്ടായാലും പ്രോബ്ലം ഒന്നുമില്ല, വരുന്നൊരു ഫീൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. ഓക്കെ, അത് ഏത് ആക്സസ് ആണ് നോക്കുക, ആ ആക്സസിൽ പിടിച്ച് നമ്മൾ ട്വീക്ക് ചെയ്ത് വിട്ടാൽ മതി. നമ്മൾ ഏത് ആക്സസിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ആക്സസ് അനുസരിച്ച് നമുക്ക് സ്വല്പം ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, Z ആണ് Z ആക്സസ്. ഓവറായിട്ട് ആവരുത്. ഓവറായിട്ട് ആയിക്കഴിഞ്ഞാൽ എല്ലാ മൂവ്മെൻറ്റ്സും കിടന്ന് ജെർക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ സ്വല്പം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് നീക്കാം. മൂവിങ് ഹോൾഡാണ്, ജസ്റ്റ് കണ്ടോ, ആ ഒരു വെറുതെ ക്യാരക്ടർ നിൽക്കുകയല്ല എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ രണ്ടിലും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും.
എന്നുവെച്ചാൽ ഒരുപാട് ക്യാരക്ടർ അങ്ങനെ ഫ്ലോട്ട് ആവാൻ പാടില്ല, പക്ഷേ ആ ക്യാരക്ടർ ലൈവായിട്ട് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടണം. മൂമെൻറ്റ്സ് കൂടി പോയിട്ടുണ്ടെങ്കിൽ മൂമെൻറ്റ്സ് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ജസ്റ്റ് കുറയ്ക്കാം. ഉണ്ട്, ഇത്രയും ഇതിലോട്ട് വരണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മൂമെൻറ്റ് നമുക്ക് ഇവിടെ കുറയ്ക്കാം, സ്വല്പം കുറച്ച് നല്ലോണം കുറയ്ക്കാം. എത്രത്തോളം കുറയ്ക്കണോ ആ രീതിയിൽ നമുക്ക് അതിനെ കുറയ്ക്കുകയും ചെയ്യാം. ഇതാണ് കൂടുതലെങ്കിൽ ഈ രീതിയിൽ കുറയ്ക്കുക. അപ്പോൾ അവിടെ നിന്ന് അത്രയും മൂവ്മെൻറ്റ് ഇങ്ങനെ കുറയും. ഒറ്റയടിക്ക് ഇങ്ങനെ വരത്തക്ക രീതിയിലല്ലാതെ അത്രയും മൂവ്മെൻറ്റ് കുറയ്ക്കണമെങ്കിലും കുറയ്ക്കുക. അപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് മൂവ്മെൻറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൂടെ ഇങ്ങനെ കുറയ്ക്കാം. ആ മൂവ്മെൻറ്റ് നല്ലതായിട്ട് കുറയും. ഓക്കെ, ആ ഒരു മൂവിങ് ഹോൾഡ് നമ്മൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നടുക്ക് മൂവ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ അത് റിമൂവ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മാത്രമാണെങ്കിലും മതി. ഇവിടെ നിന്ന് രണ്ട് ചെറിയൊരു മൂവിങ് ഹോൾഡ് ഇട്ട് കൊടുത്താലും മതി, പ്രോബ്ലം ഇല്ല. അത് നമ്മുടെ ഒരു ഇതനുസരിച്ച്, അത് അനിമേറ്ററിൻ്റെ ധർമ്മമാണ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കണ്ട. ഇപ്പോൾ വേറെ രീതിയിലുള്ളൊരു മൂവിങ് ഹോൾഡായി കണ്ട. അപ്പോൾ ഇടയ്ക്കുള്ള കീ ഫ്രെയിമിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഹിപ്പ് മാത്രമല്ല മൂവ് ചെയ്യണത്, അപ്പോൾ ചെറുതായിട്ടൊന്ന് തലയും കൂടെ ഒന്ന് മൂവ് ചെയ്യുക. തലയുടെ അടുത്ത മൂവ്മെൻറ്റ് നോക്കാം, അങ്ങോട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വളരെ മൈന്യൂട്ടായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്താലും കുഴപ്പമില്ല. കണ്ടേ കണ്ടോ, ഇപ്പോൾ തല ഇങ്ങനെ വന്നിട്ട് ആ മൂവ്മെൻറ്റ് കുറച്ചാലും പ്രോബ്ലം ഇല്ല. ഓക്കെ, കണ്ടോ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു മൂവിങ് ഹോൾഡായി സംഭവം കണ്ടോ, വെറുതെ നിൽക്കുന്നില്ല ക്യാരക്ടർ, ചെറിയൊരു മൂവിങ് ഹോൾഡായി. അതുപോലെ തന്നെ ഈ കൈയുടെ കേസും അത് തന്നെ, കൈ വെറുതെ നിർത്തരുത്, കൈയും വളരെ മൈന്യൂട്ടായിട്ട് ചെറുതായിട്ടൊന്ന് അനിമേറ്റ് ചെയ്യുക. കൈ കണ്ടോ, കൈക്ക് ഒരു ചെറിയ മൂവ്മെൻ്റ് ഉണ്ട്. എന്നിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു മൂവ്മെൻറ്റ് സ്വല്പം ഒന്ന് ഇതായിപ്പോയെന്ന് തോന്നുന്നു, ഒരു ഓക്വേർഡായിപ്പോയി. അപ്പോൾ റൊട്ടേറ്റ് വൈ എടുത്തിട്ട് സ്വല്പം ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ കുറയ്ക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് ആൻറ്റിസിപ്പേഷൻ വേണമെന്ന് താനും. ഓക്കെ, ഡൗൺ അപ്പ് ഡൗൺ. അപ്പോൾ ഇത് വേണമെങ്കിൽ ആൻറ്റിസിപ്പേഷൻ കഴിഞ്ഞിട്ടുള്ള ഈ മൂവ്മെൻറ്റ് ലാസ്റ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി താഴ്ന്നു, സെറ്റിലായി, താഴ്ന്നു, സ്വല്പം കൂടെ അങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ട് തള്ളാം ഒരു ഫ്രെയിം. ഓക്കെ, ഇപ്പോൾ ഡൗണും അപ്പും കൂടെ ഒന്ന്, ആ ഡൗണും അപ്പും വേണമെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ സി ആണെന്നുണ്ടെങ്കിൽ സി ആയിരിക്കും. ഓക്കെ, സി കുറച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെക്കാട്ടി കുറച്ചും കൂടെ ഒരു ഫിനിഷ് വരണുണ്ട്. നമുക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല ഒന്നും. ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ ബോഡി പാർട്ടും അതേപോലെ തന്നെ. ബോഡി പാർട്ട് ഇപ്പോൾ ഈ കൈയൊക്കെ അപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൈയൊക്കെ അടിക്കുന്നുണ്ട്, അതായത് കൈയൊക്കെ ശരിയായിക്കോണം, കൈയൊക്കെ ശരിയായിക്കോണം. അതുപോലെ തന്നെ ഈ ഒരു ബോഡി പാർട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു ബോഡി പാർട്ട് എന്ന് വെച്ചാൽ ഓവറായിട്ട് വേണ്ട, ഡൗൺ ആവുന്ന സമയത്ത് സ്വല്പം ഒന്ന് ഡൗൺ ആക്കിയാലും പ്രോബ്ലം ഒന്നുമില്ല. സ്വല്പം ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ അതിന് കിട്ടും. ഓക്കെ, സ്വല്പം ഒന്ന് ഡൗൺ ആക്കുക, പ്രശ്നമൊന്നുമില്ല. സ്വല്പം ഒന്ന് ഡൗൺ ആക്കിയിട്ട് അപ്പാക്കുക, അപ്പാക്കുക, ഡൗൺ ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫിനിഷ് വരില്ല. ഓക്കെ, ഞാൻ അപ്പം അതിനെ അങ്ങ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അപ്പ്. ഓക്കെ, ഇവിടെയാണ് മാക്സിമം അപ്പ് വരുന്നത്. അപ്പോൾ അവിടെ എടുത്തിട്ടു, അവിടെ നിന്ന് ഡൗൺ, ദെൻ അപ്പ് ഡൗൺ. ഓക്കെ, എന്ന് വെച്ചാൽ കൈ ഒടിയരുത്, കൈ അതിനെ നോക്കി അനുസരണം ചെയ്യുക. കൈ കുറച്ച് ലോജിക്കും കൂടെ യൂസ് ചെയ്യുക കേട്ടോ. അനിമേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. വേണ്ട, ഓക്കെ, വേണമെങ്കിൽ ഇവിടെ ഒരു മൂവി ഹോൾഡ് കൊടുക്കാം, ഇവിടെയും വേണമെങ്കിൽ ഒരു മൂവി ഹോൾഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഏരിയയിലും കൂടെ ഒരു മൂവി ഹോൾഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഇത്രയും അങ്ങ് ഫിനിഷ് ചെയ്തങ്ങ് നിർത്താം, ഇത്രയും ഫ്രെയിംസ്, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു കീ ഫ്രെയിം എടുക്കുന്നു, വീണ്ടും അവിടെ ഇടുന്നു. അപ്പോൾ ക്യാരക്ടറിനെ സ്വല്പം കൂടെ നമുക്ക് ലൈവായിട്ട് നിർത്താം. ആ ഒരു ഏരിയയിലും കൂടെ ക്യാരക്ടർ സ്വല്പം കൂടെ ഒന്ന് ലൈവായിട്ട് നിർത്താം. ഓക്കെ, ക്യാരക്ടർ സ്വല്പം ഞാൻ അനിമേറ്റ് ചെയ്തു. അതുപോലെ തലയുടെ മൂവ്മെൻറ്റ് സ്വല്പം നമുക്കൊന്ന് അനിമേറ്റ് ചെയ്യാം. അപ്പോൾ ക്യാരക്ടർ കുറച്ചും കൂടെ ലൈവ് ആവും. ഈ ഒരു ഏരിയയിൽ സ്റ്റക്കായിട്ട് നിൽക്കാതെ ഈ ഒരു ഏരിയയിൽ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ട്, അപ്പോൾ ആ ക്യാരക്ടർ അവിടെ ലൈവായി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം അവസാനവും ഫുള്ളായിട്ട് ക്യാരക്ടർ എന്തായി, ലൈവായി. ഇനി നമുക്ക് ലൈവ് ആക്കിയ ശേഷം ഇനി നമുക്ക് കൈ വർക്ക് ചെയ്യാം. കൈ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവ് ചെയ്യുമ്പോൾ കണ്ട കൈയും കൂടെ സ്വല്പം മൂവ് ചെയ്യണം, അത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് കൈ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അത് വൃത്തിയോടാണ് കാണാൻ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ഇങ്ങനെ കൈ വരണ്ട, കൈ കുറച്ചങ്ങോട്ട് നീക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ അറിയാമല്ലോ, ഇടയ്ക്കുള്ളത് പ്രോപ്പറാക്കുക. സ്വല്പം ഒരു ആർക്കൊക്കെ കൊടുത്ത്
സ്വല്പം ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രോപ്പർ ആക്കുക. ഇങ്ങനെ വലിച്ചു വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കണ്ടോ ആ ഒരു ഫീൽ കൊണ്ടുവരിക. ഇങ്ങനെ ആ പോൾ വെക്ടർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോൾ വെക്ടറിനെ നമ്മൾ സോർട്ട് ചെയ്യുക. പോൾ വെക്ടറിൽ ചിലപ്പോൾ അടി വല്ലതും കാണും, അടി ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. അതേ കറക്റ്റ് ആക്സസിൽ വെച്ചാണോ പോൾ വെക്ടർ മൂവ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇവിടെ പോൾ വെക്ടർ എനിക്ക് ഒന്ന് സ്വല്പം കൂടെ ബാക്കിലോട്ട് റിവേഴ്സിൽ വരണം. കണ്ടോ ചെറുതായിട്ട്, വളരെ മൈന്യൂട്ടായിട്ട്. ഓക്കെ, ഇപ്പോൾ സെറ്റിലായി. ബാക്കിയുള്ള റിമൂവ് ചെയ്ത് കളയുക പോൾ വെക്ടർ. എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ഓക്കെ ഡൗൺ ഇവിടെ വന്ന് വീഴുമ്പോൾ ഇവിടെ ഒരു ഏരിയയിൽ വന്നിട്ട് ഈ കൈ ഓക്കെ ഈ കൈ എടുത്തിട്ട് ജസ്റ്റ് 30 വേണ്ട, നമുക്ക് കുറച്ചും കൂടി ഡിലേ കൊടുക്കാം. ഇങ്ങനെ വന്നിട്ട് ഇവിടെ വീഴുന്നു. അത് ബോഡി പാർട്ടിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് തന്നെ ആയിരിക്കണം മറ്റേത് സെറ്റിലാവുന്നത്, അതിൻ്റെ ടൈമിംഗ് അനുസരിച്ച്. ഒരുപാട് ഡിലേ ആണെങ്കിൽ അത് വൃത്തികേടുമായിരിക്കും. ഓക്കെ, ഇത് സ്വല്പം കൂടെ അങ്ങോട്ട് തിരിക്കുക ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് വീഴുന്നിട്ട് ഒരു മൂവ്മെൻറ്റ് സ്വല്പം തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് കുഷൻ ചെയ്തിട്ട് സെറ്റിലാവണ ഒരു ഫീൽ വരും. ഓവർ ആവണ്ട, ഓവർ നമുക്ക് അവിടെ ചെന്നിട്ട് കുറയ്ക്കാം. മൂവ്മെൻറ്റ്സ് എല്ലാം കുറയ്ക്കുക. വൈ സി എല്ലാ മൂവ്മെൻറ്റ്സും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാം. സി എല്ലാം കുറയ്ക്കുക. ഒരുപാട് മൂവ്മെൻറ്റ്സ് ആയി പോയി കഴിഞ്ഞാൽ വൃത്തികേടാണ്, നന്നായിട്ട് കുറയ്ക്കണം. ഡൗൺ ഒരുപാട് വരണ്ട, ഡൗൺ സ്വല്പം കൂടെ കുറയ്ക്കുക. ഡൗൺ കണ്ടോ ഒരുപാട് മൂവ്മെൻറ്റ് വേണ്ട. ആ ഒരു ഏരിയയിൽ ഒരുപാട് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ് നന്നായിട്ട് കുറച്ച് കറക്റ്റ് മൂവ്മെൻറ്റ് ആക്കുക. ഇവിടെ നീക്കുന്ന സമയത്ത് ഇതിങ്ങനെ എടുത്തു ഇവിടെ നിന്ന് സെറ്റിലായി. അപ്പോൾ പോൾ വെക്ടറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോൾ വെക്ടർ അങ്ങോട്ട് തന്നെ നീക്കുക കേട്ടോ. പോൾ വെക്ടറിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുക. ഇവിടെ പെനിട്രേഷനൊക്കെ ഉണ്ട്, പെനിട്രേഷനൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വയ്ക്കണം. പെനിട്രേഷനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വയ്ക്കണം. കറക്റ്റ് കൈ കറക്റ്റായിട്ട് തന്നെ ഇരിക്കണം അതിൽ. ഓക്കെ, നീ എടുക്കുന്ന സമയത്ത് വല്ല ജെർക്ക അടിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുന്ന ഓരോ ഇതിൽ നോക്കിയിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്തും കളയാം. അപ്പോൾ ഇവിടെ ഓക്കെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയും ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കൈ ഭയങ്കര ഇതായിട്ടിരിക്കുന്നത്, സ്വല്പം അങ്ങോട്ട് കൈ ഇങ്ങോട്ടായി കൊടുക്കുക. എന്നിട്ട് കൈ വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് പോൾ വെക്ടർ അഡ്ജസ്റ്റ് ചെയ്ത്. ഇൻ ബിറ്റ്വീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ബിറ്റ്വീനും നമ്മൾ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. ഇതിപ്പോൾ സെറ്റിൽ ചെയ്യുന്ന സമയത്തും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊന്ന് സ്വല്പം കൂടെ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ ഒരു ഇൻ ബിറ്റ്വീൻ്റെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. കൈ വരുന്ന സമയത്ത് സ്വല്പം അങ്ങോട്ട് തിരിച്ച് പോൾ വെക്ടർ സ്വല്പം അങ്ങോട്ട് പിടിച്ച് തന്നെ ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്യാം. കണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഹിപ്പ് അവിടെ സ്റ്റക്കാവരുത്. ഹിപ്പും സ്വല്പം ഒന്ന് അനിമേറ്റ് ചെയ്യുക. അവിടെ ഈ ഒരു ഏരിയയിൽ ഹിപ്പും കൂടെ സ്വല്പം ഒന്ന് ചെറുതായിട്ടൊന്ന് അനിമേറ്റ്. അത് ഹിപ്പിൻ്റെ ഇവിടെയൊക്കെ അടി കിടക്കുന്നുണ്ട് കേട്ടോ, അതെല്ലാം എടുത്ത് കളയുക. ഹിപ്പ് സ്മാർട്ട് മൂവ്മെൻറ്റ് തന്നെ അവിടെ വരട്ടെ. അത് ഇങ്ങനെ എടുക്കും കണ്ടോ. അതാണ് അവിടെ അങ്ങനെ അടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കിടന്നത്. ഡൗൺ ഇവിടെ വന്നിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ റിമൂവ് ചെയ്യുക. ഈ ഒരു ഏരിയക്കകത്ത് നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് ഫിക്സ് ചെയ്യുക. മിക്കവാറും ഗ്രാഫിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും. ഗ്രാഫ് നോക്കിയിട്ട് ഗ്രാഫ് അങ്ങ് ചെക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു കൈ ഇങ്ങനെ എടുത്തിട്ട് താഴോട്ട് വരുന്നതും എനിക്ക് ഒരു ഫീൽ തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയക്കകത്തും ഡൗൺ അപ്പോൾ നാച്ചുറൽ ഫീൽ വരുന്നില്ല. അപ്പം ഡൗൺ ഒരുപാട് അങ്ങ് താഴ്ന്നു പോയത് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ സ്വല്പം പിടിച്ചിട്ട് പൊക്കി ഇങ്ങനെ ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊക്കം ഭയങ്കര ഓവറായിപ്പോയി. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് താഴ്ത്തുക. രണ്ടിലേതോ ഒരു പ്രശ്നമാണ്. അത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഏതാണെന്ന് പറഞ്ഞാൽ അതിന് അനുസരിച്ച് വെച്ച് വയ്ക്കുക. നീക്കി വെച്ചിട്ട് സ്വല്പം വയ്ക്കുക. കണ്ടോ, നേരത്തേക്കാട്ടി കുറച്ചും കൂടെ മൂവ്മെൻറ്റ് കുറച്ചും കൂടെ മാറി. അതേപോലെ ഹിപ്പ് സ്വല്പം കൂടെ ഇങ്ങോട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. എടുത്ത് തിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ടല്ലേ തിരിയുന്നത്, അപ്പോൾ റൊട്ടേഷൻ സ്വല്പം കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നാലും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ തലയെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് എടുക്കുന്നത് എന്നുള്ള കാര്യം. ഇവിടെ നിന്ന് ഓക്കെ നമ്മൾ ഹിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു, ഇവിടെ ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ആ വൈ ആക്സിസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വൈ ആക്സിസ് നമുക്ക് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ആക്കേണ്ടി വരും. അപ്പോൾ തലയുടെ മൂവ്മെൻറ്റ് നമ്മൾ സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല. അപ്പോഴേ ആ ഒരു ഹിപ്പിനൊരു ഫിനിഷിങ് വന്നുള്ളൂ. കണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഹിപ്പ് അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു ഫീലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തല നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. തലയുടെ മൂവ്മെൻറ്റിലാണ് പ്രശ്നം. തലയുടെ മൂവ്മെൻറ്റ് മാത്രം നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. തലയുടെ മൂവ്മെൻറ്റ് മാത്രം ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തല അവിടെ തന്നെ നിന്നോളും.
ഓക്കെ, അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്തായാലും. ഓക്കെ, മനസ്സിലായ സംഭവം? അപ്പോൾ കൈ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. കൈയുടെ മുന്നിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്വല്പം കൂടെ ട്യൂക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൈയുടെ മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ വെച്ചാണെങ്കിൽ നമുക്ക് സ്വല്പം ഫ്രണ്ടിലോട്ടൊക്കെ കൊടുക്കാം. സ്വല്പം കൂടെ ഒക്കെ ഫിനിഷ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന ഒരു ഫീൽ വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാം. എന്നുണ്ട് ഇങ്ങനെ നീക്കി വെച്ച് ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഫീൽ വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് അത്രയും നമ്മളെ ഷോട്ട് അത്രയും കാണുമ്പോൾ അത്ര സുഖമായിരിക്കും. അല്ലെങ്കിൽ ആ ഷോട്ട് അത്രയും ആ ഒരു ഫിനിഷ് എവിടെയാണ് നമുക്ക് എന്തൊക്കെയാണ് മിസ്സിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ അലൈൻ ചെയ്യാം. അല്ല, നമ്മളെ ക്യാമറ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ക്യാമറയാണ് നമ്മുടെ മെയിൻ സംഭവം. ക്യാമറ ഇല്ലാതെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട. പക്ഷെ അത് കറക്റ്റായിട്ട് കൈ കറങ്ങി വന്നാലേ ക്യാമറയിൽ കാണുമ്പോഴും ആ ഒരു ഫിനിഷ് കിട്ടുള്ളൂ. അതാണ് ഒരു മിസ്റ്റേക്ക്. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതുകൊണ്ട് ഇവിടെ അടിയുണ്ട്. ഇത് ഇതിൻ്റെ പ്രോബ്ലം അല്ല, സീരോ ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാണ്. ഇസഡ് ആക്സിസിൻ്റെ ഒക്കെ പ്രശ്നമാണ്. ഇതിനൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അതേപോലെ വൈയിലും ചിലപ്പം എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് കിടക്കുകയാണ്. വൈ നമ്മൾ അലൈൻ ചെയ്യുക. വൺസ് ലേഔട്ടിൽ ലോക്ക് ചെയ്തിട്ടുള്ള ക്യാമറ നമ്മൾ പിന്നെ തൊടത്തില്ല. അപ്പോൾ ഞാൻ കൈയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കൈ കറക്റ്റായിട്ട് അവർ ആർക്കിൽ എടുത്താലേ അവർ കറക്റ്റ് ഫിനിഷ് കിട്ടുള്ളൂ. അത് ഇൻ ബിറ്റ്വീൻ കറക്റ്റ് തന്നെ പ്രോപ്പർ തന്നെ ആയിരിക്കണം. ഒരു ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിമിലോട്ട് വരുമ്പോൾ ഇൻ ബിറ്റ്വീൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടൂല കൈ എടുക്കുന്ന സമയത്ത്. ഇവിടെ ഒരു സ്ട്രെച്ച് ഉണ്ട്, അതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. കറക്റ്റ് ഇൻ ബിറ്റ്വീൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് സംഭവം നമുക്ക് കിട്ടൂല. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്തെ ഇവിടെ നിന്ന് എന്തോ ഒരു മിസ്സിങ് ഉണ്ട്. ആ മിസ്സിങ് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എവിടെയാണ് നമുക്ക് മിസ്സാവുന്നതെന്നുള്ളത്. അതേപോലെ പോസസ് സ്ട്രോങ് പോസ് ആയിരിക്കണം ഇൻ ബിറ്റ്വീനിൽ ഇടുന്നത്, എന്നാലും നമുക്ക് കറക്റ്റ് ഫിനിഷ് കിട്ടുള്ളൂ. ഇപ്പോൾ എടുക്കുന്ന സമയം നോക്കി എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. വേണ്ട, കൈ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഡൗൺ ആയപ്പോൾ കുറച്ച് ഓവറായിട്ട് ഡൗൺ ആയെന്നുള്ളൊരു ഫിനിഷ് ഒരു ഏരിയ മാത്രം, ആ ഏരിയ മാത്രം നമുക്കൊന്ന് ട്വീക്ക് ചെയ്യാം. അത് നമുക്ക് ഗ്രാഫെല്ലാം ചെക്ക് ചെയ്താൽ ഏകദേശം പ്രശ്നം സോൾവ് ആവും തോന്നുന്നു. ഓക്കെ, അതേപോലെ വൈ സ്വല്പം താത്തുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നോക്കിയേ, ഉണ്ടല്ലോ. ഇപ്പോൾ അത് ഏകദേശം ഒരു ഫിനിഷ് ആയിട്ടുണ്ട് സംഭവം. എന്നാലും കുറച്ചും കൂടെ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക ആ ഒരു ഏരിയയിലെല്ലാം. ഉണ്ടല്ലോ. അതേപോലെ തന്നെ അടുത്ത കൈയും വർക്ക് ചെയ്യുക. അടുത്ത കൈ മീൻസ് ഈ കൈ എടുക്കുന്നു, ഈ കൈയിൽ നമ്മൾ സെയിം ഇൻ ബിറ്റ്വീൻ പ്രോപ്പറായിട്ട് ഇൻ ബിറ്റ്വീൻ ഇട്ടിട്ട് അലൈൻ ചെയ്തെടുക്കുക. ഇൻ ബിറ്റ്വീൻ എങ്ങോട്ടാണ് പോകേണ്ടത് അതിനനുസരിച്ച് ഇൻ ബിറ്റ്വീൻ അലൈൻ ചെയ്യുക. തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ രണ്ട് കൈയും രണ്ട് സമയത്ത് തന്നെ വരണം. ഓക്കെ, ഇതിപ്പോൾ ഒറ്റ ഇൻ ബിറ്റ്വീനെ ഇട്ടിട്ടുള്ളൂ. രണ്ടും ഇപ്പോൾ സ്വല്പം കൂടെ എനിക്കൊന്ന് ക്യാരക്ടറിനെ സ്വല്പം കൂടെ ഇങ്ങോട്ട് ആക്കാനായിട്ടുണ്ട് കേട്ടോ. എന്നാലും മറ്റേ കൈ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പുള്ളിക്കാർ പകുതി ഇങ്ങനെ നിൽക്കുകയാണ് സംഭവം കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്വല്പം കൂടെ ഒന്ന് ഇങ്ങനെ ആക്കുക. അതാണ് പ്രശ്നം. അതുകൊണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് അങ്ങനെ മീൻസ് മറ്റേ കൈ കാണാൻ പറ്റാത്ത കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇൻ ബിറ്റ്വീൻ എടുത്തിട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് സ്വല്പം കൂടി ട്വീക്ക് ചെയ്യാം. ഓക്കെ, ആ പോസ് പ്രോപ്പറായിട്ട് ലാസ്റ്റ് പോസ് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. ഇവിടെയാണ് വരേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു സില്ലൗട്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ചെയ്ത് അലൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് വയ്ക്കുക. കണ്ടോ, ഇപ്പോഴാണ് അത് കറക്റ്റ് ആയത്. സോ പോസിങ്ങിൻ്റെ കാര്യം നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മീൻസ് ബേസിക് പോസ് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാഫിന് സഹായം എന്ത് ചെയ്യുക നോക്കുക. അല്ലാതെ ഗ്രാഫ് തന്നെ ഫുൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഓക്കെ, ഇപ്പം കണ്ടോ, ഇതിപ്പോൾ ലാസ്റ്റ് പോസ്റ്റ് നമ്മൾ ഒരുപാട് കീസ് ഉണ്ട്, അത് പോട്ടെ. നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ് ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, ഇപ്പോൾ പ്രോപ്പറായിട്ട് ഫിനിഷ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കൈ എടുക്കുന്നത് ഇവിടുന്ന്. ഓക്കെ, ഇവിടുന്ന് സ്വല്പം കൂടെ വൈഡ് ക്ലോസ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, അവിടെ നിന്ന് ഇവിടെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തെന്ന് വിചാരിക്കുക. ഈ ഒരു ഏരിയയിൽ വെച്ച് ഫിനിഷ് ചെയ്തു. പോൾ വെക്ടറിന് എക്സ്ട്രാ കീ കിടപ്പുണ്ട്. പോൾ വെക്ടറിൻ്റെ കീസ് അങ്ങോട്ട് റിമൂവ് ചെയ്യുക. ഇത് ചെയ്ത് വന്നാലേ ഒരു ഐഡിയ കിട്ടുള്ളൂ. എവിടെയൊക്കെയാണ് പോൾ വെക്ടറിൻ്റെ കീ എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് വന്നാലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഡൗൺ
ഇതിപ്പോൾ നമ്മൾ കാണുന്നില്ല, ആ ഏരിയ കാണുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ട്വീക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഷോട്ടിൽ നമ്മളിത് കാണുന്നില്ല, ഈ ഏരിയ എങ്ങനെയാണെന്നുള്ള കേസ് നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് സ്വല്പം കുറയ്ക്കാം, ഈ ഒരു ഏരിയ സ്വല്പം കുറയ്ക്കാം. അതേപോലെ ഇവിടെ അടിയുള്ള കർവ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാം. ഇവിടെ ഒരു വേണമെങ്കിൽ സ്വല്പം കൂടെ ഒരു ഗ്യാപ്പ് ഇവിടെ കൊടുക്കാം, ഒറ്റയടിക്ക് വരണ്ട, സ്വല്പം ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വരാം. അതൊക്കെ പോസിബിൾ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. സ്വല്പം ഇവിടെ നീക്കാം, ഡൗൺ, ഇവിടെ നമ്മൾ എടുത്തു, ഇവിടെ നിന്ന് വരുന്നു. ഓക്കെ, ഈ 2 കീസ് ഞാൻ വീണ്ടും കളഞ്ഞു, ഇവിടെ നിന്ന് എടുത്തു, സ്വല്പം കൂടെ ഡിലേ കൊടുക്കുക, 2 കീ ഫ്രെയിം അങ്ങോട്ട് മാറ്റി, ഇവിടെ എത്തി, സ്വല്പം അങ്ങോട്ട് നീക്കി, വേണമെങ്കിൽ സ്വല്പം ഒന്ന് അപ്പും ആക്കാം, സ്വല്പം ഒന്ന് അപ്പും ആക്കി. ഓക്കെ, ഈ കീ ഫ്രെയിമിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കുക, അതങ്ങനെ സ്മൂത്ത് ചെയ്യാം. ഈ റൊട്ടേഷൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കുക. ഓക്കെ ഓക്കെ, അത് രണ്ടും എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയൊന്നുമില്ല, 2 എണ്ണം അങ്ങോട്ട് ട്വീക്ക് ചെയ്യുക, ഒന്നും കൂടെ ഫൈൻ ട്യൂൺ ചെയ്ത് നിർത്തുക. ഓക്കെ ഓക്കെ, അപ്പോൾ വരുമ്പോൾ 2 കൈ ഒരേപോലെ വരണ്ട, ഒരെണ്ണത്തിന് സ്വല്പം ഡിലേ കൊടുക്കുക, ഇത് വേണമെങ്കിൽ സ്വല്പം കൂടെ നീക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസിന് എന്തോ ഒരു ഇഷ്യൂ ഉള്ള പോലെ തോന്നുന്നുണ്ട്. അത് ഒന്നിൽ പോൾ വെക്ടറിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഹൈറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ പോൾ വെക്ടറിനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയേ. ഓക്കെ, അതായത് ഹിപ്പിനെ ഫോളോ ചെയ്ത് ഹെഡിനെ ഫോളോ ചെയ്ത് ബാക്കിയുള്ളത്, അതായത് ഹിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇത് വരുന്നു, ഈ കൺട്രോൾ വരുന്നു, ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഹെഡ് വരുന്നു, ലാസ്റ്റ് ചെയ്ത് വരുന്നു, കൈ വരുന്നു. മനസ്സിലായ സംഭവം? അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൈ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് റിലീസായിട്ട് അവസാനം വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇത് ഡൗൺ അപ്പ്. ഓക്കെ, ഡൗൺ അപ്പ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കിക്കോണേ, ഇതിൻ്റെ ഡൗണും അപ്പും. അപ്പോൾ ഇവിടെ ഡൗൺ സ്വല്പം കൂടെ ഇങ്ങോട്ട് നീക്കേണ്ടതായിട്ടുണ്ട്. ഡൗൺ, ദെൻ അപ്പ്, ദെൻ ഡൗൺ, ദെൻ അപ്പ്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ വേറെ മൂവ്മെൻറ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വന്നിട്ട് വീണ്ടും തിരിഞ്ഞിങ്ങനെ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ കൊടുക്കണമെന്നുള്ള കാര്യം. ഒരുപാട് അങ്ങോട്ട് നീക്കണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഗ്രാഫിൽ നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാം, എങ്ങോട്ടാണ് നോക്കുന്ന രീതിയിൽ നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാം. ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമുക്ക് ട്വീക്ക് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ യെസ് ഡൗൺ അപ്പ്. ഓക്കെ, ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് ചരിക്കാം, പ്രോബ്ലം ഇല്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് അത് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ചെയ്യാം, പ്രശ്നമില്ല. ചെറിയൊരു മൂവ്മെൻറ്റ് അവിടെയും കൂടെ കൊടുത്തു. ഓക്കെ ഫൈൻ. ഒന്നുകൂടെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. വീണ്ടും ക്യാരക്ടർ ലൈവായി, നേരത്തെ പോലെയല്ല, ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് ലൈവായി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ഹാൻഡ് സ്വല്പം ഒരു അടിയുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൻ്റെ എല്ലാ ആക്സസും പിടിച്ചിട്ട് നന്നായിട്ട് കുറയ്ക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു ആക്സസ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ട്വീക്ക് ചെയ്ത് കിട്ടും. ഇതിപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറയ്ക്കുക. ഓക്കെ, എവിടെയാണ് നമുക്ക് മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടിയും നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ ആക്സസിൽ നമുക്ക് മൂവ്മെൻറ്റ് നന്നായിട്ട് കുറയ്ക്കാം. ഓക്കെ, സി ആണെങ്കിൽ സിയിൽ നമുക്ക് കുറയ്ക്കാം, എക്സ് ആണെങ്കിൽ എക്സിൽ നമുക്ക് കുറയ്ക്കാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, രണ്ടും ഒരു ഇതാണെങ്കിൽ ഒരേ മൂവ്മെൻ്റ് ആണെങ്കിലും വൃത്തികേടായിരിക്കും. അതുകൊണ്ട് രണ്ട് മൂവ്മെൻറ്റ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ റോബോട്ടിക് ഫീൽ വന്നു, മൂവ്മെൻറ്റ് തന്നെ രണ്ട് രീതിയിൽ വരുന്ന ആ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര റോബോട്ടിക്കായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ടൈമിങ് അതേപോലെ തന്നെ ടൈമിങ് 2 ടൈമിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, പിടിയിട്ടില്ല സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആൻറ്റിസിപ്പേഷൻ കൊടുക്കുക, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ബോഡി പാർട്ട് എല്ലാം വർക്ക് ചെയ്യിക്കാൻ ശ്രമിക്കുക.
അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഐലിഡിൻ്റെ കേസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ നമ്മൾ ഐലിഡ് ഏതാണ്, ഇതിപ്പോൾ വന്ന് ഒരു ഐ ബ്ലിങ്ക്, ഓക്കെ ഒരു ഐ ബ്ലിങ്ക് ഇനഫാണ്, ഓക്കെ ഒരു ഐ ബ്ലിങ്ക് ഇനഫാണ്. അതിന് ശേഷം ചിരിയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഐലിഡ് ഉണ്ടല്ലോ, ഈ ഒരു ഐലിഡ് ഈ ഒരു ഐലിഡ് വേണമെങ്കിൽ വന്ന് നിന്നതിന് ശേഷം ഈ ഐലിഡ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചലിപ്പിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയാം. ജസ്റ്റ് ഇവിടെ വന്ന് നിന്നതിന് ശേഷം ഒരു മൂമെൻറ്റ് ഇങ്ങനെ, ഒരു മൂമെൻറ്റ് ഇങ്ങനെ കണ്ടോ, വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ് കണ്ടോ. ഇതൊന്ന് സ്പീഡും ഒന്ന് സ്ലോ ആയി. ഓക്കെ, ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആളിനെ കണ്ടിട്ടൊരു സന്തോഷത്തിൽ ആളിൻ്റെ രജിസ്റ്റർ ആവുന്ന എവിടെ വെച്ചാണ്, ആ കണ്ണ് രജിസ്റ്റർ ആവുന്ന എവിടെ വെച്ചാണെന്നും കൂടെ നോക്കിക്കണം. തുടക്കത്തിൽ കണ്ണിൻ്റെ രജിസ്ട്രേഷൻ പോയിന്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണ് സ്വല്പം കൂടെ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ആദ്യം കണ്ണാണ് പോകുന്നത്. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാലും ഫസ്റ്റ് നമുക്ക് കണ്ണ് വെച്ചിട്ട് നോക്കുന്നതാണ് നമ്മുടെ രജിസ്ട്രേഷൻ പോയിന്റ്. ആയിട്ട് നമ്മൾ എപ്പോഴും കണ്ണ് ആയിരിക്കും ഫ്രണ്ടിൽ വരുന്നത്. ഒരുപാട് ചോദിക്കേണ്ട, നമ്മൾ ഫസ്റ്റ് എപ്പോഴും നമ്മൾ കണ്ണിലാണ്, നമ്മൾ കണ്ണിൽ വന്നിട്ട് ആണ് ഫസ്റ്റ് കണ്ണ്. അത് കഴിയുമ്പോൾ ഇവിടെ കണ്ണ് എത്തണം, സംഭവം ഈ നോട്ടത്തിലോട്ട് എത്തണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെയാണ് നമ്മളെ മൂവ്മെൻറ്റ്. അത് കറക്റ്റ് ഇവിടെ തന്നെ സ്റ്റക്ക് ആക്കുക, സംഭവം ഈ ഒരു ഏരിയയിൽ തന്നെ കൊണ്ടുവരിക. ഇതിപ്പം ഇവിടെ നിന്ന് നോക്കി ഈ ഒരു ഏരിയയിൽ തന്നെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ മൂവ്മെൻറ്റ് കറക്റ്റാക്കി സ്റ്റില്ലാക്കുക. ഓക്കെ ഇവിടെ കൊണ്ടുവന്ന് നോക്കി. അതിനുശേഷം വേണമെങ്കിൽ അപ്പും ഡൗണും ആക്കാം. ഇങ്ങനെ ഒരു മൂവ്മെൻറ്റും ആക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യം ഇപ്പോൾ പ്രത്യേകിച്ചില്ല. നമ്മളതിലെ കോൺസെൻട്രേറ്റ് ചെയ്യണം. വേണമെങ്കിൽ ഒന്ന് അപ്പാക്കാം ഇങ്ങനെ. എന്നിട്ട് വേണമെങ്കിൽ നമ്മളായതുകൊണ്ട് അപ്പുറത്തും നോക്കി കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്കാർ നിൽക്കുന്ന ആ ഒരു ഫീലായിരിക്കും കണ്ടത്. ഇങ്ങനെ കണ്ടോ, ഈ ഒരു ഫിനിഷ് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വാ തുറക്കണമെന്നുണ്ടെങ്കിൽ വായുടെ കൺട്രോൾ ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ ഇവിടെ എത്തുന്ന ശേഷം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. വാ ഇങ്ങനെ തുറന്ന് ഏതാണ് കണ്ടിച്ചു. ഇല്ല, ഫുള്ളി ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഫുള്ളി ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് ഹായ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ലിപ്പ് കറക്റ്റായിട്ടല്ല. ലിപ്പ് നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സിലൊന്ന് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് വാ തുറന്നിട്ട് അടയ്ക്കുന്നു എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. വാ തുറന്നിട്ട് അടയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, അപ്പോൾ അതിന് കൂട്ടത്തിലുള്ള ബാക്കി മൂവ്മെൻറ്റ്സും കൂടെ കൊടുക്കും. കണ്ടോ, അതിനുള്ള ടൈം ആക്ച്വലി ഇല്ല. ആ ഒരു കണ്ണിന് ഒന്ന് 2 പ്രാവശ്യം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ടൈമിങ് അവിടെ ഇല്ല. അതാണ് ഒരു പ്രോബ്ലം. കണ്ടോ, ആ ഒറ്റ ടൈം രജിസ്റ്റർ രണ്ടാമത് പിടിക്കുന്നില്ല. കാരണം ഇത്ര ഫ്രെയിംസ് അല്ലേ ഉള്ളൂ, 60 ഫ്രെയിംസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് രജിസ്റ്റർ ആക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം മതി, ഒറ്റ രജിസ്ട്രേഷൻ മതി, ഒരു പ്രാവശ്യം. ഇവിടെ നിന്ന് ഇത് വന്നു, അത് കഴിഞ്ഞിട്ട് ഓക്കെ, ആ ഒറ്റ സംഭവം മാത്രം മതി. അല്ലാതുണ്ടെങ്കിൽ അത് ചിലപ്പോൾ രജിസ്റ്റർ ആവത്തില്ല. ഒരുപാട് കണ്ണിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഫ്രെയിം ഡിപ്പെൻഡ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മളത് അത് കറക്റ്റായിട്ട് രജിസ്റ്റർ ആവുന്നത് നോക്കി. ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്തതാണ് ആ മൂവ്മെൻറ്റ്, അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ ഈ അനിമേഷൻ ബേസ്ഡ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അനിമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, മൾട്ടിമീഡിയ മുതലായ ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.